ഇപ്പോൾ ജീമോൻ ജേക്കബ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജീമോൻ ജേക്കബ്, താങ്കളാണ് ദിവസങ്ങളോളം വർഷങ്ങളോളം ആ പോയസ് ഗാർഡനുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ പരമ്പര അതാണ് തെഹൽക്കയിൽ റിപ്പോർട്ടായി മുന്നോട്ട് വെച്ചത്. അതായത് മരണത്തിൽ ദുരൂഹതയുണ്ട്, ജയലളിതയുടെ മരണത്തിൽ. ഈ നിമിഷം ഒരു ഔദ്യോഗികമായ ഒരു തലം, നിയമതലം തുറന്നിടുകയാണ് തമിഴ്നാട് സർക്കാർ. പനീർശെൽവം, അതായത് ജുഡീഷ്യൽ അന്വേഷണം. താങ്കൾ അന്ന് പ്രകടിപ്പിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പോലും വലിയ തോതിൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ADMK നേതാക്കളടക്കം ഒരു പക്ഷേ പ്രതിഷേധവുമായി രംഗത്തൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടു. ഇന്നിപ്പോൾ ആ ഒരു വലിയൊരു ജനത പോലും മുന്നോട്ട് വെച്ച ഒരു ആവശ്യം, ആ ആവശ്യത്തിന് നിയമതലത്തിലുള്ള ഒരു വഴി തുറക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കാണുന്നു ശ്രീ ജീമോൻ ജേക്കബ്? ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ വഴിത്തിരിവുകൾ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അവർ 75 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ ശ്രീ ജീമോൻ ദയവായി തുടരുക. ശ്രീ ജീമോൻ ജേക്കബ് തുടരാം. താങ്കൾ എങ്ങനെ കാണുന്നു ഈ പുതിയ സാഹചര്യത്തെ? വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു നീതിയാണ് ഇപ്പോൾ പന്നീർശെൽവം ജയലളിതയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒരു സംസ്ഥാനം വളരെ കാലം ഭരിച്ചൊരു മുഖ്യമന്ത്രി 75 ദിവസം ഹോസ്പിറ്റലിൽ കഴിയുകയും അന്ന് അവരുടെ ചികിത്സയെ കുറിച്ചോ അവർക്ക് എന്താണ് രോഗമെന്നുള്ളതിനെ കുറിച്ചോ ആ തമിഴകത്തെ ജനതയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും യാതൊരു വിധത്തിലുള്ള ഒരു ഇൻഫർമേഷനും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അവരൊരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. പന്നീർശെൽവം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പന്നീർശെൽവം ആ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം അന്നേ തന്നെ ഉത്തരവാകേണ്ടതായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഞാൻ മടങ്ങിയെത്താൻ ജീമോൻ, ഇപ്പോൾ ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജു സംസാരിക്കുന്നു. അതിനുശേഷം इस तरह का एलिगेशन और इस तरह का जो बातें करना वो ठीक नहीं है. लेकिन जो क्राइसिस है, क्या सेंट्रल गवर्नमेंट इस पे संज्ञान ली हुई है? और वहाँ एक सिचुएशन क्रिएट हुआ है, उसमें लेकर के राजनीति रंग देना दिल्ली में ठीक नहीं है. യെസ്, ശ്രീ ജീമോൻ, അതായത് ഇന്നിപ്പോൾ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രമേഹത്തിന് ചികിത്സിച്ച ഡോക്ടറെ അടക്കം സംശയത്തിൻ്റെ അല്ലെങ്കിൽ അവരിലേക്കൊക്കെ അന്വേഷണം പോകുന്നു. താങ്കൾ അന്ന് സൂചിപ്പിച്ചതുപോലെ പല ഭക്ഷണത്തിൽ പോലും പല രീതിയിൽ മരുന്നുകൾ നൽകി അതിൽ കൊലപ്പെടുത്തിയ സ്ലോ പോയിസൺ, അതിൽ മന്നാർഗുഡി മാഫിയയ്ക്കുള്ള ഇടപെടലൊക്കെ തന്നെ സംശയത്തിൻ്റെയൊക്കെ തന്നെ തലം താങ്കൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇന്നത്തെ സാഹചര്യമായി ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ സ്ഥിരീകരണം നൽകേണ്ടത് അവരെ ചികിത്സിച്ച ഡോക്ടർമാരും മറ്റുള്ള ഗവൺമെന്റുമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് തീർച്ചയായും ശശികലയാണ്. കാരണം ഞാൻ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് DMKയിലെ ഉന്നത നേതൃത്വവും മന്ത്രിമാരും MLAമാരും എന്നോട് സംസാരിച്ചപ്പോൾ പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതിൽ ശരിക്കും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എഴുതിയ കാര്യങ്ങൾ ശരിയാകുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ടെങ്കിലും ഒരു വലിയ നേതാവിനാണ് ഇങ്ങനത്തെ ഒരു ദുരന്തമുണ്ടായത്, ജനാധിപത്യ രാജ്യത്ത് ഉണ്ടായതെന്ന് ഓർക്കുമ്പോൾ ഞാൻ തീർത്തും ഒട്ടും സംതൃപ്തനല്ല. ഞാൻ മാത്രമല്ല. എന്താ ശ്രീ ജീമോൻ, അതായത് അന്ന് തൊട്ടേ നടത്തിയുള്ള നീക്കങ്ങൾ അതാണ് 2012 14 തന്നെ താങ്കൾ ഇത്തരത്തിൽ ADMK നേതാക്കന്മാരെ കാണുമ്പോൾ ഒരു അപസ്വരം അവിടെ നിന്നും ലഭിച്ചു. ADMKയുടെ മുതിർന്ന നേതാക്കൾ, ആ നേതാക്കളുടെയൊക്കെ തന്നെ ആ ഒരു അന്നത്തെയൊക്കെ തന്നെ മനോനിലപാട്, ജയലളിതയുടെ അടുപ്പം, അതേസമയം തന്നെ ശശികലയോടുള്ള കടുത്ത എതിർപ്പ്, ഇതൊക്കെ ഇന്നും അതിൻ്റെ തലങ്ങൾ വർദ്ധിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ? ഒപ്പം തന്നെ ശശികല അന്നേ തുടങ്ങിയ പ്ലാനിങ് അത് ഇന്നും നിലനിർത്തുന്നു. ശശികല തമിഴക രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 20ഓളം വർഷങ്ങളായി. കാരണം അവർ നൽകിയ ടിക്കറ്റിൽ വിജയിച്ചവരാണ് ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് അവരെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് നടക്കുന്നത്. അവർ നിഷേധിച്ച DMKയിൽ
ശശികലയ്ക്കെതിരെയുള്ള ഒരു രോഷം വളരെ പ്രകടമായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. ഒരു നേതാവിന് പോലും ശശികലയില്ലാതെ മന്ത്രിമാർക്കോ ഓഫീസർമാർക്കോ ശശികലയില്ലാതെ ജയലളിതയെ കാണാൻ പറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലായിരുന്നു മണ്ണാർക്കുടി മാഫിയ പോയസ് ഗാർഡനും ഭരണവും നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഇപ്പൊ ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം അണപൊട്ടുന്നുണ്ടെങ്കിൽ അത് അണ്ണാ DMK അണികളിലായാലും MLA-മാരിലായാലും അത് അണപൊട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ കാലമായിട്ട് അവരുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരുന്ന, അവരടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഒരു സ്വേച്ഛാധിപതിയോടുള്ള സാധാരണഗതിയിലുള്ള ഒരു പ്രതിഷേധമാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുക. യെസ്, വളരെ നന്ദി ശ്രീ ജിമോൻ പ്രതികരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ റെജി ലൂക്കോസിലേക്കും ഒപ്പം ദേവദാസിലേക്കും. ശ്രീ റെജി ലൂക്കോസ്, ഇനി നിയമതലത്തിലുള്ള പോരാട്ടങ്ങൾക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴി തുറക്കുന്നത്. എന്താകും ഇനി അവസാന നിമിഷത്തിലേക്ക് എത്തുന്നെങ്കിൽ പനീർശെൽവം നാട്ടിലേക്ക് ഇറങ്ങുകയാണ്, താൻ എന്തുകൊണ്ട് നിലപാടെടുത്തെന്ന് ബോധ്യപ്പെടുത്താൻ. അതേസമയം ഒപ്പം തന്നെ ദീപയുടെ നിലപാടുകൾ, ദീപയെ അദ്ദേഹം സ്വാഗതം ചെയ്തിരിക്കുകയാണ് നിലപാടിനെ. മാത്രവുമല്ല DMK നടത്തുന്ന കലക്കവെള്ളത്തിലെ മീൻപിടുത്തം, അതിനുള്ള ശ്രമം ഒക്കെ ആണെങ്കിൽ കൂടിയും അത് പനീർശെൽവത്തിലേക്കായിരിക്കുമോ അതിൻ്റെ ഗുണഫലം ഉണ്ടാവുക? കേന്ദ്രത്തിൻ്റെ കൂടി ഒരു പരോക്ഷ പിന്തുണയോടുകൂടി ആത്യന്തികമായി പനീർശെൽവത്തിൻ്റെ സാധ്യത തെളിയുകയാണ്. സാധ്യത ഇപ്പോൾ താൽക്കാലികമായിട്ട് തെളിഞ്ഞാലും അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പനീർശെൽവം ഒരു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന വളരെ ഭാവനാസമ്പന്നനായ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലേക്കായിരിക്കും ഇനി തമിഴ്നാട് രാഷ്ട്രീയം ചായുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനൊരു സൂചനയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 85 സീറ്റോളം കിട്ടി. അതിന് തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിത 3-2 ഭൂരിപക്ഷത്തോടെ, മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതാണ്. അപ്പം DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ജയലളിത എന്ന് പറയുന്ന ഒരു ബാലികേറാമലയായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ജയലളിത ഇന്ന് ചിത്രത്തിലില്ലാത്ത സ്ഥിതിക്ക് DMK തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന വാസ്തവത്തിൽ DMK അല്ല, അത് BJPയുടെ കേന്ദ്ര നേതൃത്വം. ഞാൻ ചോദിക്കേണ്ടത്, നേരത്തെ ദേവദാസ് പറഞ്ഞ എനിക്ക് ഇത്ര ക്ലിയർ അല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, അതായത് ഗവർണർ ഇതിനകത്ത് കളിക്കുന്ന നാടകങ്ങൾ അവിടെ ഏത് രീതിയിൽ പര്യവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ശശികല ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു ലേഡിയാണെന്നുള്ളവർ തെളിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും ഒരു തീരുമാനത്തിലേക്ക് ആ തമിഴ്നാട് രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ഒരു ബാധ്യസ്ഥനാണ് ഗവർണർ. അദ്ദേഹം ഇതുവരെ ചെന്നൈയിൽ ലാൻഡ് ചെയ്തിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും ബോംബെയിൽ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പനീർശെൽവത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു താരപരിവേഷം, അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ AIADMK പാർട്ടിയുടെ മുമ്പിൽ അദ്ദേഹം ഇന്നൊരു നല്ല വ്യക്തിത്വമായിട്ട് മാറിയിരിക്കുന്നു, കരുത്തനായ നേതാവായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ശശികലയെ സംബന്ധിച്ചോളം ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന MLA-മാർ തങ്ങളുടെ ജനരോഷത്തെ ഭയന്നുകൊണ്ട് ഈ തടവറയിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ശശികലയെ തള്ളിപ്പറയാനാണ് സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്ന ജീമോൻ ജേക്കബ് റിപ്പോർട്ട് ചെയ്ത് ഞാനും വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് തന്നെ വന്നിരിക്കുന്നു. അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നിയമപരമായ ഒരു നടപടിയിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം കടക്കും. ശരി, അതാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ ദേവദാസ്, അവസാനമായി അതായത് ആ നിയമതലത്തിലുള്ള സാധ്യതകൾക്ക് എത്രത്തോളം നിലനിൽക്കുന്നതാണ് ശശികലയ്ക്ക് നിയമക്കുരുക്ക്? കാരണം അടുത്ത ആഴ്ച വരാൻ പോവുകയാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി, പൂർണ്ണവിധി. അവിടെ ഉണ്ടാകുന്ന വിധി ഇനി പുതിയ കേസിന്റെ വഴിത്താരകൾ, അതായത് ഡോക്ടറിന്റെ അടക്കമുള്ള മൊഴികൾ നിർണായകമാകുമോ? തീർച്ചയായിട്ടും അടുത്ത ആഴ്ച സുപ്രീം കോടതി വിധി വന്നാൽ ജയലളിത, അതുകൊണ്ടാണ് ശശികല മത്സരിക്കുന്നത്, വേഗം ബാക്ക് ഡോറിലെ മുഖ്യമന്ത്രിയാവുന്നത്. ആ പരിരക്ഷയിൽ നീട്ടി കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് 4 കൊല്ലം തുടരാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ ഈ വിധി വരികയും ഇന്ന് ശശികലനെ അറസ്റ്റ് ചെയ്യേണ്ടത് ഈ കൊലപാതകത്തിലല്ല, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. ഈ പോയസ് ഗാർഡനിൽ പണിക്കാരത്തിയായിട്ട് എൻ്റെയാണ് പോയസ് ഗാർഡൻ, എൻ്റെ സ്വത്തുക്കളെല്ലാം നടരാജനും മക്കളും സുധാകരനും ആണെന്ന് പറഞ്ഞതിന് അറസ്റ്റ് ചെയ്യുക, സ്വത്ത് അനധികൃതമായി താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതിൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ മതി ഇന്ന് ശശികലന. പക്ഷേ ഈ കോടതി വിധിയായെങ്കിലും ഞങ്ങൾക്ക് ഉള്ളത് ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ആണ്, അത് ഗവർണർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഗവർണർ കോടാലി കൈയായിട്ട് അരുണാചൽ പ്രദേശിൽ ചെയ്തതിൻ്റെ പോലെ ഡെമോക്രസീനെ ഒന്നും നോക്കാത്തതാണ് BJP ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്രൈസിസ് ഉണ്ടായിട്ടും രാത്രി പനീർശെൽവത്തിനെ സത്യപ്രതിജ്ഞ ചെയ്ത ഗവർണർ ഇന്ന് ഒളിച്ചു
കളിക്കുകയാണ്. ഇതിപ്പോൾ MLA എങ്കിൽ ഫ്ലോർ ടെസ്റ്റ് എങ്കിൽ ഫ്ലോർ ടെസ്റ്റ് നടത്തട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ അതിന് ഗവർണർ ഒളിച്ചു കളിക്കുന്നതാണ് ഇതിൽ. അത് കേന്ദ്രം വ്യക്തമായിട്ട് കളിക്കുന്നു, ഡെമോക്രസിയെ കൊല്ലുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഇന്ത്യൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്നു തമിഴ് ജനത. പാവം നിഷ്കളങ്കരായ തമിഴ് ജനത ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാൽ, ഒരു കൊലപാതകം ചെയ്തോ അമ്മേനെ, അവളാണോ മുഖ്യമന്ത്രി ആവുക? ഞങ്ങളാക്കിയ മുഖ്യമന്ത്രി, അമ്മയാക്കിയ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളെ എന്തുകൊണ്ട് മാറ്റി? അതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല. എന്തുകൊണ്ട് പ്രഷറൈസ് ചെയ്ത് നിങ്ങൾ മാറ്റി? കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, ഇവിടെ ജല്ലിക്കെട്ട് പറയുന്നു, അല്ലെങ്കിൽ കൊലപാതകം പറയുന്നു. ഇവിടെ അന്വേഷണം ഇപ്പോഴാണ് പനീർശെൽവവും കുറേ ഉത്തരം പറയേണ്ടി വരും ജനങ്ങളുടെ അടുത്ത്. എന്തറിയാ, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് അന്ന് അന്വേഷണം പ്രഖ്യാപിച്ചില്ല? തീർച്ചയായും വ്യക്തമാണ് ശ്രീ ദേവദാസ്. വളരെ സ്പഷ്ടമായ ചോദ്യങ്ങൾ ജനങ്ങൾ ഉയർത്തുമ്പോൾ പനീർശെൽവത്തിന് പിന്തുണ കൂടുതൽ ഏറുന്നു എന്ന തരത്തിലേക്ക് ഇന്നത്തെ സംഭവവികാസങ്ങൾ മാറുന്നു. കൂടുതൽ ഗ്രാഫ് പനീർശെൽവത്തിന്റെ ഉയരുന്നു. അതേസമയം MLA-മാരെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തി ശശികലയിൽ 131 MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്ന അവകാശവാദമാണ് MLA-മാരെ അണിനിരത്തിക്കൊണ്ട് AIADMK ആസ്ഥാനത്ത് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. ശശികല, ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്ന ദേവദാസ്, ഒപ്പം റെജി ലൂക്കോസ്, MA മസൂദ്, ഒപ്പം ജിമോൻ ജേക്കബ് നന്ദി അറിയിക്കുന്നു. റെജി ലൂക്കോസ് നന്ദി അറിയിക്കുന്നു.